സംബന്ധിച്ച് ഞാൻ എന്റെ സുഹൃത്തുക്കളോട് നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ്, എനിക്കും തോന്നിയിരുന്നു ഒരു പോസ്റ്റ്, വലിയ പോസ്റ്റ് കിട്ടുക എന്നുള്ളത് ഏതൊരു മനുഷ്യനെയും പോലെ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയെയും പോലെ ഞാനും വലിയ പോസ്റ്റുകൾ കിട്ടണമെന്നൊക്കെ ആഗ്രഹിച്ചു. ഞാൻ കളവ് പറയണ്ടല്ലോ, വലിയ പോസ്റ്റിലൊക്കെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചു. അതൊരു സാധാരണ ഒരു പൊതുപ്രവർത്തന രംഗത്ത് വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരാളുടെ ആഗ്രഹം മാത്രമാണ്. എന്നാൽ ആ ആഗ്രഹം അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ സഹപ്രവർത്തകരോടും മാധ്യമ സുഹൃത്തുക്കളോടും എന്താണ് പറഞ്ഞത്? ഞാൻ കേരളത്തിലെ ജനങ്ങളുടെ കോർ കമ്മിറ്റിക്കകത്തുണ്ട് എന്നാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത്, ഞാൻ കോർ കമ്മിറ്റിയിലുണ്ടോ കോർ കമ്മിറ്റിയിൽ ഇല്ലയോ, ഇതെല്ലാം നിങ്ങളാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് മീറ്റിംഗിനും ഞാൻ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ റോഡിലായിരിക്കും. ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്ത ഒരു വാക്കെന്ന് പറയുന്നത്, ഞാൻ കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും, അഴിമതിക്കാരുടെയല്ല, തീവ്രവാദികളുടെയല്ല, ഇവിടുത്തെ മാഫിയകളുടെയല്ല, മയക്കുമരുന്ന് ലോബിയുടെയല്ല, ഇവിടത്തെ ഈ സംസ്ഥാനത്തെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ഒരു ജോലിക്കാരിയായിരിക്കും ശോഭാ സുരേന്ദ്രൻ എന്ന് ഞാൻ വാക്കുകൊടുത്തിട്ടുണ്ട്. എനിക്കിനി സ്ഥാനമാനങ്ങൾ ഒരു പ്രശ്നമേ അല്ല എന്ന് അത് ഒരു വർഷം മുമ്പ് ഞാൻ തീരുമാനമെടുത്ത് എന്റെ സുഹൃത്തുക്കളോട് അറിയിച്ചതാണ്. അത് വീണ്ടും ചോദ്യമായിട്ട് എന്നോട് ഇനി ചോദിക്കരുത്. പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇവിടെ നിന്ന് ആലോചിക്കുകയും ചിന്തിക്കുകയും 3 പേർ എഴുതി തയ്യാറാക്കിക്കൊണ്ട് ദേശീയ നേതൃത്വത്തിന് കൊടുക്കും. അവിടെ നിന്ന് പ്രഖ്യാപിക്കുന്ന ആൾ സ്ഥാനാർത്ഥിയാകും. ബാക്കി എല്ലാവരും ചേർന്ന് അവിടെ പോയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കും. ഇത് ഞങ്ങളുടെ കേരളം നിയമസഭയിലെ ആദ്യത്തെ, അതായത് ഒ രാജഗോപാൽജിക്ക് ശേഷമുള്ള ഒരു എൻട്രി ആയിരിക്കും. ആ എൻട്രി എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രവർത്തിക്കാൻ പ്രവർത്തന ശേഷിയുള്ള ഒരു BJPയുടെ MLA കേരള നിയമസഭയ്ക്കകത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് അതികഠിനമായിട്ടുള്ള പ്രവർത്തനം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും.